നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലംപരിശായ മമതാ ബാനർജി ഒരു രാഷ്ട്രീയ ത്രിശങ്കുവിൽ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് MLA മാരും MP മാരും ഒക്കെ കൂടൊഴിഞ്ഞു പോകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിന് ജനപ്രതിനിധികൾ ഇതിനകം മറുകണ്ഠം ചാടിക്കഴിഞ്ഞു. MP മാർ പലരും NDAക്കൊപ്പം ഒരു ബ്ലോക്കായിരിക്കാനുള്ള ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. അതിനിടയിലാണ് മമതാ ബാനർജി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പേഴ്സണലായി കണ്ട് സംസാരിച്ചു. സോണിയാഗാന്ധി മമതയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്, തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ചില പദവികൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. മമതയുടെ രാഷ്ട്രീയ ഭാവി ഇനി കോൺഗ്രസിലൂടെ ആയിരിക്കുമോ? എന്തായാലും തൃണമൂൽ കോൺഗ്രസിലൂടെ മമതയ്ക്ക് ഇനി വലിയ ഭാവിയില്ല എന്ന് തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 50-55 വർഷമായി ബംഗാൾ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാൾക്ക് രസകരമായൊരു കാര്യം കാണാൻ കഴിയും. അവിടെ ആരെങ്കിലും അധികാരത്തിൽ വന്നാൽ എല്ലാ ഗുണ്ടകളും തല്ലിപ്പൊളികളും അവരുടെ കൂടെ കൂടും. എന്നിട്ട് മറ്റവനെ അടിച്ച് നിരപ്പാക്കിയിട്ടുള്ളത്. സിദ്ധാർത്ഥ ശങ്കർ റായ് അടിയന്തരാവസ്ഥ കാലത്ത് അതിന് മുമ്പും അങ്ങനെ CPM-നെ അടിച്ച് നിരപ്പാക്കി. ജ്യോതിബാസു പോലും ഒരു ഇലക്ഷൻ തോറ്റു 72. അത് കഴിഞ്ഞ് 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞു. അതിഭൂരിപക്ഷത്തോടെ 2011 വരെ CPM ഭരിച്ചു. എന്ന് പറഞ്ഞാൽ 34 വർഷം രാജകീയമായി CPM ഭരിച്ചു. അത് കഴിഞ്ഞ് CPM പരാജയപ്പെട്ടു. ആദ്യം കുറച്ച് സീറ്റ് കിട്ടി, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ CPM ഇല്ലാണ്ടായി. 2011 ഇലക്ഷനിൽ കുറച്ച് സീറ്റൊക്കെ CPM-ന് കിട്ടിയിരുന്നു. പക്ഷെ 2011 ശേഷം ഒരു നിയമസഭാ സീറ്റ് പോലും CPM-നോട് കിട്ടുന്നില്ല. കാരണം എന്താ? അന്ന് കോൺഗ്രസിന്റെ കൂടെയൊക്കെ നിന്നിരുന്ന ഗുണ്ടകളൊക്കെ CPM-ന്റെ കൂടെ വന്നു. എന്നിട്ട് ബാക്കി എതിരാളികളെ അടിച്ച് നിരപ്പാക്കി നന്ദിഗ്രാം, സിംഗൂര് ആ കലാപരിപാടികളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തൃണമൂൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മള് മമതാ ബാനർജിയെ കുറിച്ച് കാണണ്ട. കോൺഗ്രസ് CPM-നെതിരെ പോരാടുന്നില്ല എന്നതായിരുന്നു മമതാ ബാനർജിയുടെ പരാതി. മാത്രമല്ല കേന്ദ്രത്തിൽ UPA സർക്കാരിന്റെ കാലമാണ്. അപ്പോൾ ഹർകിഷൻ സുർജിത്തൊക്കെ വലിയ കിങ് മേക്കറായി നടക്കുന്ന ഒരു കാലം. സോണിയാഗാന്ധിക്ക് ഒരിക്കലും അന്ന് CPM-ന് നല്ല സീറ്റുണ്ട്. 2004 60 സീറ്റൊക്കെ LDF ലെഫ്റ്റിനുണ്ട്. ആ ഘട്ടത്തിൽ ലെഫ്റ്റിനെ തള്ളി പറയാൻ കഴിയാതിരിക്കുകയും ശക്തമായി മമത കോൺഗ്രസ് നിന്ന് വിട്ട് ശക്തിയായി വരികയും അവരുടെ പ്രത്യേക ഒരു പേഴ്സണാലിറ്റിയും കാരിസ്മയൊക്കെ ഉണ്ട്. അത് വെച്ച് അവർ വിജയിക്കുകയും ചെയ്തു. അവർ വിജയിച്ചപ്പോൾ 2011 വിജയിച്ചോടുകൂടി സകലമാന CPM നിന്ന ഗുണ്ടകളും അണികളും തൃണമൂലിലേക്ക് വന്നു. CPM-ന്റെ ഓഫീസ് തന്നെ തൃണമൂൽ ഓഫീസായി. 15 കൊല്ലം അവർ ഭരിച്ചു. 15 കൊല്ലം കഴിഞ്ഞപ്പോൾ ചരിത്രം റിപ്പീറ്റ് ചെയ്തു വേറൊരർത്ഥത്തിൽ. ഇത്തവണ വളരെ എളുപ്പമായിരുന്നു BJP-ക്ക്. 2-3 കാരണങ്ങൾ. ഒന്ന്, കേന്ദ്രഭരണം അവരുടെ കയ്യിലുണ്ട്. അമിത്ഷാ രണ്ടും കൽപ്പിച്ച് പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളുണ്ട്. CIA, SIR, ഇലക്ഷൻ കമ്മീഷൻ, EVM, അങ്ങനെയില്ല, സകലമാന ആയുധങ്ങൾ ഉപയോഗിച്ചു. അന്വേഷണ ഏജൻസികൾ, പിന്നെ വർഗീയത, ബംഗ്ലാദേശിൽ നിന്നുള്ള വരുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ വലിയ തോതിൽ ഒരു ജനാധിപത്യം എന്ന് പറയാത്ത രൂപത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയും മമത തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ചെയ്തു. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഭരണത്തോടു കൂടി മാത്രം നിൽക്കാവുന്ന ചില പാർട്ടികളുണ്ട്, ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ടി പ്രശ്നമല്ല. നേരത്തെ പറഞ്ഞതുപോലെ അവര് പണ്ട് KT മുഹമ്മദിന്റെ ഒരു നാടകത്തിലുണ്ട്. ഈ ഒരു കഥാപാത്രത്തിനോട് ചോദിക്കുക, അന്വേഷണ കമ്മീഷന് മുമ്പിൽ വരുന്ന സംഹാരം എന്ന് പറ്റിയ നാടകത്തിന്, നിങ്ങൾ ഏതാ കക്ഷി എന്ന് ചോദിക്കും. പറയും ഭരണകക്ഷി. അപ്പോൾ എന്നും അങ്ങനെ അവരിടയ്ക്കിടയ്ക്ക് മാറാറുണ്ട്, പക്ഷെ ഞാൻ മാറില്ല എന്ന് പറയുന്ന പോലെയാണ് ബംഗാളിൽ. ഇപ്പോൾ ഭരണകക്ഷി BJP-ആണ്. BJP എല്ലാ ഗുണ്ടകളും ഇപ്പോൾ BJP-യുടെ കൂടെ. അതിൽ ഏറ്റവും വലിയ തമാശ നമ്മൾ കേട്ടത്, BJP ജയിച്ചതിൽ BJP-യേക്കാൾ സന്തോഷിക്കുന്ന CPM-ഉം കോൺഗ്രസുമാണ്. CPM പ്രത്യേകിച്ച്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്വാസം വിടാറെ കുറച്ച്. അവരുടെ ഗണശത്രു എന്ന് പറയുന്നത്, ഗണശക്തി എന്നിട്ട് പറയുന്ന ആ സാധനം, ആ പത്രത്തിന് അവർക്ക് പരസ്യം കിട്ടി BJP-യുടെ. അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് BJP അവിടെ അവിടുത്തെ ഇടതുപക്ഷ ലേഖകന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല CPM-കാർ വോട്ട് ചെയ്ത് BJP-ക്ക്. കാരണം മമതയിൽ നിന്ന് മോചനം. പക്ഷെ അതിന് എത്രത്തോളം വരുന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഏതായാലും മമതയുടെ കൂടെ നിന്ന് ആളുകളൊക്കെ പോയി. രാജ്യസഭാ മെമ്പർമാർ പോകുന്നു, ലോക്സഭാ മെമ്പർമാർ പോകുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 അഭിഷേക് ബാനർജി അല്ലെങ്കിൽ മഹുവ മൈത്ര, അങ്ങനെ കുറച്ച് പേരാണ് ഇപ്പം നിൽക്കുന്നത്. അവർ എത്ര കാലം നിൽക്കുന്ന അറിയില്ല. ഉറച്ച മമതാ സപ്പോർട്ടേഴ്സ്. അപ്പോൾ മമതയെ സംബന്ധിച്ചിടത്തോളം ഇനി പിടിച്ചു നിൽക്കുക എന്നുള്ള പ്രശ്നം. കാരണം ഇനി കേസുകൾ വരും, പ്രശ്നങ്ങൾ വരും. അവർക്കെതിരെ വ്യക്തിപരമായി ശാരീരികമായി തന്നെ അവരുടെ നിലനിൽപ്പ് പ്രശ്നമാണ്. എന്നൊരു കുഴപ്പമുണ്ട്.
അവർക്ക് ഇനി എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ള ചോദ്യം. തൃണമൂൽ എന്ന് മാത്രം പറഞ്ഞിട്ട് ഇനി ബംഗാളിൽ നിൽക്കുന്ന എളുപ്പമല്ല, കാരണം അവിടെ സേഫ് അല്ല. അപ്പോൾ അവർക്കൊരു പേര് മാറ്റണം. പേര് മാറ്റാൻ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി കാർ വാപ്പസ് ചെയ്യാം, തറവാട്ടിലേക്ക് മടങ്ങി വരിക. ഞാൻ എല്ലാവരും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മമതാ ബാനർജി സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം ഇന്ത്യ മുന്നണി യോഗത്തിൽ. ഇത് ഒരു 5 കൊല്ലം മുമ്പ് തോന്നിയിരുന്നെങ്കിൽ ബംഗാൾ രാഷ്ട്രീയം തന്നെ മാറുമായിരുന്നു, ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം മാറും. അന്ന് കോൺഗ്രസുമായി യോജിച്ച് കുറച്ചുകൂടിയൊക്കെ മര്യാദയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെട്ടേനെ, ഇന്ത്യ മുന്നണി രക്ഷപ്പെട്ടേനെ, തൃണമൂല് രക്ഷപ്പെട്ടേനെ. ഇപ്പൊ അതിന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞിരിക്കുന്നു. ഇനി മമതയ്ക്ക് വീണ്ടും ബംഗാളിൽ കോൺഗ്രസ്സുകാരിയായി വരാൻ പറ്റും. കാരണം ബംഗാളിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ഉറങ്ങണ കോൺഗ്രസ്സാണ്. അധീർ രഞ്ജൻ ചൗധരി എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ. ഇപ്പൊ ഞാനിപ്പോ ആകെ ആലോചിച്ചത്, ഇത്തവണ നിയമസഭയിൽ പിണറായി വിജയൻ പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ അധീർ രഞ്ജൻ ചൗധരിയാണ് ഓർത്തത്. പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൗധരിയുടെ ഒരു പ്രസംഗമൊക്കെ കേട്ടാൽ നമുക്ക് ഏതാണ്ട് ഉറക്കമൊക്കെ വരും. എന്നുവെച്ചാൽ അത്രേ ഉള്ളൂ. ഞാൻ പിണറായി വിജയനായിട്ട് വേറെ അർത്ഥത്തിൽ കമ്പയർ ചെയ്തല്ല, അസംബ്ലി പെർഫോമൻസ്. അപ്പോൾ നോക്കിയൊക്കെ ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് വായിക്കുന്നൊക്കെ ഉള്ള ഒരു സംഭവം. അപ്പോൾ പ്രശ്നം അധീർ രഞ്ജൻ ചൗധരിയെ മറികടന്ന് ബംഗാളിൽ കോൺഗ്രസിന് പുതിയ വേരുകൾ ഉണ്ടാക്കാൻ മമതയ്ക്ക് കഴിയുമോ? ഒരു കാര്യം ശരിയാണ്, ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് മമതയ്ക്കാണ്, യാതൊരു തർക്കവും വേറെ ആർക്കും ഇല്ല. അപ്പം മമതയെ സംബന്ധിച്ചിടത്തോളം വേറൊരു ലാവണമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മമതയല്ലാതെ വേറൊരു കാർഡ് അവിടെ ഇറക്കാനില്ല, വേറെ ആരിറക്കിയാലും അവിടെ നിൽക്കില്ല. അങ്ങനെ വരുമ്പോൾ മമത അവിടെ കോൺഗ്രസ് ലീഡർഷിപ്പിൽ വരാം. മമതയ്ക്ക് ഒരു നല്ല സ്ഥാനം കൊടുത്താൽ മമത അവിടെ സെറ്റിലാവാം. അതിപ്പോൾ എന്ത് സ്ഥാനം കൊടുക്കും എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. ഉപാധ്യക്ഷ എന്നൊക്കെ പത്രങ്ങളിൽ കാണാനുണ്ട്, അറിയില്ല. അധ്യക്ഷ സോണിയാഗാന്ധി ഉപാധ്യക്ഷയായി അങ്ങനെ എന്തോ സംഗതിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷ ഗാർഗയുടെ താഴെ എന്താ, എനിക്കത് ക്ലിയർ അല്ല. എന്തായാലും KC വേണുഗോപാലിനോട് ഒരു പത്രക്കാർ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമാണ്, കാരണം അതാണെങ്കിലും അങ്ങനെ അറിയിക്കില്ലല്ലോ. സോണിയയും മമതയും തമ്മിലുള്ള ഒരു ചർച്ച മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ വേണുഗോപാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്ത് പറയും. പക്ഷേ ഇതല്ലാതെ വേറെ വഴിയില്ല, നോ വേ ഔട്ട്. മമതയ്ക്കുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ 100 പാർലമെന്റ് മെമ്പർമാർ കോൺഗ്രസിനുണ്ട് പാർലമെന്റിൽ. നാളെ ഏതെങ്കിലും ഒരു പാർലമെന്റിൽ നിന്ന് ജയിച്ചാൽ മമതയും പാർലമെന്റിൽ വരും. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം മമതയും കൂടി ആ പാർലമെന്റിൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ രാജ്യസഭയിൽ ജയിപ്പിക്കാമല്ലോ കോൺഗ്രസിനാണ് വേണ്ടി. അങ്ങനെയും കോൺഗ്രസിന് ചെയ്യാമല്ലോ. അങ്ങനെ ജയിച്ചാൽ അത് വലിയ തോതിൽ ഉള്ള ശക്തി, പ്രതിപക്ഷ ശക്തി കോൺഗ്രസിനുണ്ടാവും പാർലമെന്റിൽ. അപ്പം എല്ലാ അർത്ഥത്തിലും അവർക്ക് കോൺഗ്രസിലേക്ക് പോകുന്നതാണ് നല്ലതെന്നാണ്, കോൺഗ്രസിനും അവർക്ക് നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മമതാ ബാനർജിക്കൊപ്പം അടിയുറച്ചു നിന്ന കഗോലി ഘോഷിനെ പോലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ശത്രുഘ്ന സിൻഹ, അദ്ദേഹം നിരവധി രാഷ്ട്രീയത്തിൽ ചാടിക്കളിച്ചു വന്നയാളാണ്. ഇവരെല്ലാം പാർട്ടി വിട്ടു പോകും, അല്ലെങ്കിൽ താൻ വളർത്തി വലുതാക്കിയ ആളുകൾ ഈ പാർട്ടി വിട്ട് തന്നെ അനാഥയാക്കി പോകുമെന്ന് മമത സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടാവുമോ? ബംഗാൾ രാഷ്ട്രീയം അറിയാന്നുണ്ടെങ്കിൽ കരുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്താണ് ഇവർ കൂടെ വന്നേക്കുന്നത്, അല്ലല്ലോ. ഞാനതാ ബംഗാൾ രാഷ്ട്രീയം പറഞ്ഞു. ഇപ്പൊ ഒരു കാലത്ത് കോൺഗ്രസിന്റെ അണികൾ, സിദ്ധാർത്ഥ ശങ്കർ റൈഡൊക്കെ ഗുണ്ടകൾ, ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്താണോ അവർ നിന്ന്? അവർ പിറ്റേ ദിവസം രാവിലെ CPM ഗുണ്ടകളായില്ലേ, CPMന്റെ ആളുകളായി. CPM ഗുണ്ടകൾ ഇരുട്ടി വെളുക്കുമ്പോൾ തൃണമൂലിന്റെ ഗുണ്ടകളാവും. ഇങ്ങനെ കൂടി ഗുണ്ട എന്ന് പറഞ്ഞാൽ വെറും ഗുണ്ട മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കാലുമാറി വരുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് പിന്നെ വേറെ എന്താ ചെയ്യാൻ? യൂസഫ് പട്ടാൻ ആളുകളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ചെയ്യാനില്ല, അവർക്ക് ഇപ്പോൾ അധികാരമില്ലാത്തടുത്ത് അവർ നിൽക്കില്ല. അധികാരം എവിടെയാണോ അവിടെ നിൽക്കുക എന്നതാണ് പ്രത്യയശാസ്ത്രമെങ്കിൽ ആ പ്രത്യയശാസ്ത്രം അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോകുന്നത് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ആളെന്നൊന്നും ഒരു കഥയൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ BJPയിലേക്ക് പോയി അവരുടെയൊക്കെ ജീവിതം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് രണ്ടാമത് കണ്ടറിയാം. കാരണം അവിടെ എങ്ങനെയായിരിക്കും ഇവരോട് സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷേ തൽക്കാലം BJPക്ക് ആവശ്യമുണ്ട് ഇവരെക്കൊണ്ട്. ആവശ്യം കഴിയുന്നവരെ വരെ BJP സപ്പോർട്ട് ചെയ്യും. ഒരു ചോദ്യം കൂടി, അതായത് ബംഗാളിൽ മമതാ ബാനർജിയോട് കുറെ കാലമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് അധീർ രഞ്ജൻ ചൗധരിയാണ്. അദ്ദേഹം മമതയുമായി സഖ്യം ചേരരുത് എന്ന് കൃത്യമായ ഒരു നിലപാടെടുത്ത ഒരാൾ കൂടിയാണ്. ഈ മമത കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ അധീർ രഞ്ജൻ ചൗധരിയെ പോലെ ഏറെക്കാലമായി കോൺഗ്രസ് ഒന്നുമല്ലാത്ത കാലത്തും കോൺഗ്രസിനോടൊപ്പം നിന്ന അധീർ രഞ്ജൻ ചൗധരിയെ പോലുള്ള ആളുകൾ പുറത്തേക്ക് പോകുമെന്നൊരു ഭയം പാർട്ടിക്ക് ഉണ്ടാകുമോ? അല്ല അധീർ രഞ്ജൻ ചൗധരിയൊക്കെ എതിർപ്പ് മറികടന്നു മമതയെ കൊണ്ടുവരാനല്ലേ സാധ്യത കോൺഗ്രസ്? തീർച്ചയായിട്ടും അത് കമ്പാരിസൺ ഇല്ല. അധീർ രഞ്ജൻ ചൗധരിയും മമതാ ബാനർജിയും തമ്മിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ താരതമ്യമേ ഇല്ല. കോൺഗ്രസിൽ എല്ലാവരും പോയല്ലോ, കോൺഗ്രസിന്റെ കൊള്ളാവുന്നവരും കൊള്ളാത്തവരും ഒക്കെ പോയല്ലോ.
അവസാനം പിന്നെ ശേഷിക്കുന്ന ഒരു ഖനി ഖാൻ ചൗധരി ഉണ്ടായിരുന്നു, അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ മകള് എവിടെയൊക്കെ ഉണ്ട്. പിന്നെ അധീർ രഞ്ജൻ ചൗധരിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അധീർ രഞ്ജൻ ചൗധരി ഇനി മിണ്ടാൻ സാധ്യതയില്ല. മിണ്ടിയാൽ തന്നെ അയാൾക്ക് അതിനുള്ള മൂല്യമില്ല. കാരണം ഒരു അസംബ്ലി സീറ്റ് പോലും ജയിക്കാൻ പറ്റാത്തവരോട് പിന്നെ എന്ത് വർത്താനം പറയാൻ? ലോക്സഭയിലും യൂസഫ് പത്താനോട് തോറ്റു. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല.